ഹായ്, ഞാൻ മനീഷ് ജോസ്, ഇൻഷുറൻസ് അഡ്വൈസർ. നമ്മളൊരു ഹെൽത്ത് പോളിസി എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആ ഏജന്റിനെ വിളിക്കുകയും ആ പ്ലാനിനെ പറ്റി അന്വേഷിക്കുകയും പ്രീമിയം എത്രയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഒരു ഒരു അഡ്മിഷൻ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആ ഹെൽത്ത് പോളിസി എടുത്തില്ല എന്നുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും പുതിയ ഒട്ടനവധി സവിശേഷതകളുള്ള സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ എന്ന് പറയുന്ന പ്ലാൻ അതിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. ആ അഷ്യൂർ എന്ന് പറഞ്ഞ പ്ലാനിനെ പറ്റി ഒരു ലഘു വിവരണം കൂടി ഞാൻ ഇതിനോടൊപ്പം ഇവിടെ ചേർക്കുന്നു. വ്യക്തിഗത പോളിസി ആയിട്ടാണ് നമ്മൾ അഷ്യൂർ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ 75 വയസ്സ് വരെയുള്ളവർക്കും അത് എടുക്കാൻ സാധിക്കും. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ആ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 90 ദിവസമായ കുട്ടി ഉൾപ്പെടെ നമുക്കതിൽ ആ പോളിസിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ റൂം റെന്റ്, ICU, അനസ്തേഷ്യ, മെഡിസിൻ ബില്ല്, മറ്റു ചെക്കപ്പുകൾ, ഇതിനെല്ലാ പൈസയും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ എയർ ആംബുലൻസ്, റോഡ് ആംബുലൻസ്, നമ്മളെടുക്കുന്ന സം അഷ്വേർഡിൻ്റെ 10% അതിൽ ഉൾപ്പെടുന്നു. ദമ്പതികളായിട്ടുള്ളവരാണ് പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 24 മാസത്തിന് ശേഷം അവരുടെ ഡെലിവറി എക്സ്പെൻസ് ടോട്ടൽ സം അഷ്വേർഡിൻ്റെ 10% അതും നമുക്ക് ലഭിക്കുന്നു. ആദ്യത്തെ വർഷം നമുക്ക് ക്ലെയിം വന്നില്ല എന്നുണ്ടെങ്കിൽ 25% നമ്മൾക്ക് നോൺ ക്ലെയിം ബോണസും, തുടർന്ന് വരുന്ന വർഷങ്ങളിൽ 10% ബോണസ്, 10% ഈക്വലായി കയറിക്കൊണ്ട് ആ സം അഷ്വേർഡ് എത്രയാണോ അത്ര തന്നെ ആവുന്ന രീതിയിൽ അത് ബോണസ് അടക്കം ആഡായി വരുന്നു. അതേപോലെ തന്നെ ക്ലെയിം ഉള്ള വർഷങ്ങളിലായാലും ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലായാലും നമ്മൾക്ക് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുന്നതിൻ്റെ 60 ദിവസം മുൻപേ ഉള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ, അതായത് എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയതിനു ശേഷം 180 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും നമ്മൾക്കിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓവറോൾ ഇത്രയൊക്കെയാണ് ഈ പ്ലാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ പൂർണ്ണ ആരോഗ്യം അതേപോലെ തന്നെ സമ്പത്തും, ഇത് രണ്ടും കയ്യിലുള്ളപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഹെൽത്ത് പോളിസിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് മുന്നേ നിലനിൽക്കുന്ന ആളുകളാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ 36 മാസം വെയിറ്റിംഗ് പീരീഡ് വരും. ആ പർട്ടിക്കുലർ അസുഖത്തിന് 36 മാസം വെയിറ്റിംഗ് പീരീഡ് വരും. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ ഒന്നും കൂടി പറയുന്നു, പൂർണ്ണ ആരോഗ്യവും പണവും ഉള്ളപ്പോൾ പോളിസിയിൽ ജോയിൻ ചെയ്യുക. ഞാൻ മനീഷ് ജോസ്. ഇന്ന് തന്നെ എൻ്റെ നമ്പർ നോട്ട് ചെയ്തുകൊണ്ട് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുക. താങ്ക് യു.